ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം PSC ഫിസിക്സ് ക്ലാസ്. എൻ്റെ പേര് ശ്രുതി. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന വിഷയം ഫിസിക്സ് അഥവാ ഭൗതികശാസ്ത്രമാണ്. അപ്പോൾ നമുക്കറിയാം, എല്ലാ PSC പരീക്ഷയിലും നമുക്ക് ആവശ്യമുള്ള, നമ്മൾ എന്താണെങ്കിലും പഠിച്ചിരിക്കേണ്ട ഒന്നാണ് അല്ലേ ഭൗതികശാസ്ത്രം. പൊതുവേ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് ഫിസിക്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ ചെറുതായിട്ടൊരു പേടി ഉണ്ടാവും. പക്ഷേ PSCയുടെ ഫിസിക്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണെങ്കിലും മുഴുവൻ മാർക്കും ഉറപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഭൗതികശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഭൗതികശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ഇത് ഇവിടുത്തെ സൈലം PSCയിലെ എൻ്റെ ആദ്യത്തെ ക്ലാസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് പ്രവൃത്തി, പവർ, ഊർജം. നിങ്ങൾക്കറിയാം, PSC പരീക്ഷയൊക്കെ എഴുതിയ ആൾക്കാരാണെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലെ. പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവും, പവറുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാവും, അതുപോലെ ഊർജം. അപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ വളരെ സിമ്പിളായിട്ട് വളരെ അടുക്കും ചിട്ടയോടെ പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പം നമ്മുടെ ടോപ്പിക്ക് പ്രവൃത്തി, പവർ, ഊർജം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രവൃത്തിയെക്കുറിച്ചാണ്. പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക്. നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അല്ലേ വർക്ക്. ഒരുപാട് വർക്ക് ഉണ്ട് തീർക്കാൻ, അല്ലെങ്കിൽ ഇത്ര വർക്ക് ചെയ്തു, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തു, സ്മാർട്ട് വർക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വർക്ക് അഥവാ പ്രവൃത്തി. പ്രവൃത്തി എന്ന് നമ്മൾ മലയാളത്തിൽ അധികം ഉപയോഗിക്കാറില്ല, നമ്മൾ പൊതുവെ വർക്ക് എന്ന് തന്നെയാണ് പറയാറ് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ഫിസിക്സിലാണ് പഠിക്കുന്നത്, ഭൗതികശാസ്ത്രത്തിന്റെ ടേംസിൽ എന്താണ് പ്രവൃത്തി എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്ന മെന്റൽ വർക്ക്, അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ പഠിക്കുന്നുണ്ടല്ലോ, അതൊന്നും അല്ല. ഇവിടെ ഫിസിക്സിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു വസ്തുവിൽ, ഏത് വസ്തു ആയിക്കോട്ടെ, അതിൽ നമ്മൾ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് നമ്മൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ ഒരു സ്ഥാനമാറ്റം ഉണ്ടാവുകയാണ്. അങ്ങനെയെങ്കിൽ അവിടെ നമ്മളൊരു പ്രവൃത്തി ചെയ്തു എന്ന് പറയാം. ഇവിടെ തന്നെ ചെറിയൊരു ട്വിസ്റ്റ് വരുന്ന ഒരു കാര്യം കൂടി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. പക്ഷെ ഇവിടെ ഫിസിക്സിൽ അഥവാ ഭൗതികശാസ്ത്രത്തിൽ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ പ്രയോഗിക്കുന്ന ബലവും ആ ബലപ്രയോഗത്തിന്റെ ഫലമായിട്ട് നമ്മൾ ഏത് വസ്തുവിലാണോ പോയിട്ട് ശക്തി പ്രയോഗിക്കുന്നത് അല്ലെങ്കിൽ ബലം പ്രയോഗിക്കുന്നത്, ആ ബലപ്രയോഗത്തിന്റെ ഫലമായിട്ട് ആ ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടാകുക. അതാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ പേന വേണ്ട, എന്താണെങ്കിലും ഈ പേനനെ പിടിച്ച് നിങ്ങളുടെ അടുത്തുള്ള ഒരു വസ്തുവിനെ പിടിച്ച് നിങ്ങളൊന്ന് തള്ളോ വലിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോളും. ഒരു ബലം അതിൻ്റെ മുകളിൽ പ്രയോഗിക്കുകയാണ്. ആ ബലം പ്രയോഗിച്ച ദിശയിൽ അതിരുന്ന സ്ഥലത്ത് നിന്നും ഒരു മാറ്റം ഉണ്ടാവുകയാണ്, ഒരു സ്ഥാനമാറ്റം ഉണ്ടാവുകയാണ്. സ്ഥാനമാറ്റത്തിന് പറയുന്ന പേരെന്താണ്? സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. സ്ഥാനമാറ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ്. അപ്പം നമ്മളൊരു വസ്തുവിൽ ഒരു ബലം പ്രയോഗിച്ചു. ഇവിടെ ഇരിക്കുന്ന ഒരു വസ്തു, ആ വസ്തുവിൻ്റെ മേലെ ഞാനൊരു ബലം പ്രയോഗിച്ചു. ആ ബലത്തെ ഞാൻ ലെറ്റ് ഫോഴ്സ്, ബലത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ ഫോഴ്സ് എന്നാണ് പറയുക. അപ്പം F എന്ന് പറയുന്ന ഒരു ഫോഴ്സ് പ്രയോഗിച്ചു. അപ്പം ഇവിടെ ഇരുന്ന വസ്തു എങ്ങോട്ടേക്ക് മാറി? ഇങ്ങോട്ടേക്ക് മാറി. അപ്പം ചെറിയൊരു സ്ഥാനമാറ്റം ഉണ്ടായി. ആ സ്ഥാനമാറ്റം ലെറ്റ് നമുക്ക് S എന്ന് കൊടുക്കാം. ഡിസ്പ്ലേസ്മെന്റിന് S എന്ന് പറയുന്ന ലെറ്റർ, ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് സ്ഥാനാന്തരത്തിന് ഇംഗ്ലീഷിൽ പറയുക. അപ്പം S എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. അപ്പം ഇവിടെ വസ്തുവിൽ ബലം പ്രയോഗിച്ചു, വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടായി അല്ലെ. ബലം പ്രയോഗിച്ചു കഴിയുമ്പോൾ വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്ത പ്രവൃത്തി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നമ്മൾ എത്ര അളവ് പ്രവൃത്തി ചെയ്തു എന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ പ്രയോഗിച്ച ബലത്തെ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം കൊണ്ട് ഗുണിക്കുക. അപ്പം ബലം ഗുണിക്കണം സ്ഥാനാന്തരം, അതാണ് പ്രവൃത്തി. അപ്പം നിങ്ങളോട് പല രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ടോ, പ്രവൃത്തിയുടെ ഇക്വേഷനായിട്ട് ചോദിക്കും. ബലം അഥവാ ഫോഴ്സ് ഗുണിക്കണം സ്ഥാനാന്തരം. സ്ഥാനാന്തരത്തിന് ഇംഗ്ലീഷിൽ ചിലപ്പം ഡിസ്പ്ലേസ്മെന്റ് എന്നായിരിക്കും തരാം. അപ്പോൾ ഏത് രീതിയിൽ ചോദിക്കണം, ഇത് തന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് ആയിട്ടൊക്കെ ചോദിക്കും. നമുക്ക് വരും ക്ലാസ്സുകളിൽ ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിൽ നമ്മൾ ബലം പ്രയോഗിക്കുമ്പോൾ ആ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നു എങ്കിൽ പ്രവൃത്തി ചെയ്തു. ആ പ്രവൃത്തി എങ്ങനെ കണ്ടുപിടിക്കുക? രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, നമ്മൾ പ്രയോഗിച്ച ബലം അറിയണം, ആ വസ്തുവിനുണ്ടായ സ്ഥാനമാറ്റം അറിയണം. അപ്പം ബലം ഗുണിക്കണം സ്ഥാനാന്തരം, അതാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് പ്രവൃത്തി സമം ബലം ഗുണിക്കണം സ്ഥാനാന്തരം. പ്രവൃത്തിയുടെ ഇംഗ്ലീഷ് വർക്ക് അല്ലെ. അപ്പൊ വർക്കിന്റെയാണ് ഞാൻ W എന്ന് എടുത്തിരിക്കുന്നത്. ബലത്തിന് എന്താ ഇംഗ്ലീഷിൽ പറയാം? ഫോഴ്സ് എന്നാണ് അല്ലെ. നമ്മൾ ബലത്തിന് പറയാം ഫോഴ്സ്. ഫോഴ്സിന് F. സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെന്റ്. സ്ഥാനാന്തരത്തിന് എന്താ പറയാ? ഡിസ്പ്ലേസ്മെന്റ്. അതാണ് S. അപ്പം W ഇസ് ഈക്വൽ ടു, ഞാൻ ഷോർട്ട് ഫോം ഉപയോഗിച്ച കേട്ടോ, F ഗുണിക്കണം S. അപ്പൊ F എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അഥവാ ബലം, S എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം. ഇത്രയും ക്ലിയർ ആയോ? പ്രവൃത്തി ബലം ഗുണിക്കണം സ്ഥാനാന്തരം. അതാണ് അവിടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത. അടുത്ത് നോക്കൂ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് സ്ഥാനാന്തരം? വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം. സ്ഥാനമാറ്റത്തെയാണ് നമ്മൾ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടാവാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു വസ്തുവിനെ ഒരു സ്ഥലത്ത് നിന്നും വേറെ സ്ഥലത്തേക്ക് മാറ്റി. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കൂലേ, എവിടേക്കാ മാറ്റിയെന്ന് ചോദിക്കില്ലേ? അപ്പൊ നിങ്ങൾ ദിശ കൂടി പറയണം. അപ്പോഴെന്താണ് സ്ഥാനമാറ്റം അഥവാ സ്ഥാനാന്തരം എന്ന് പറയുന്നത്? സദിശ അളവാണ്. അതായത് ഞാൻ ഒരു വസ്തുവിനെ 5 മീറ്റർ മാറ്റിവെച്ചു, ഞാൻ എൻ്റെ പുസ്തകം 5 മീറ്റർ മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ 5 മീറ്റർ കിഴക്കോട്ട് മാറ്റാം, പടിഞ്ഞാറോട്ട് മാറ്റാം, നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും റൂമിലെ കിച്ചണിലേക്ക് മാറ്റാം, ഡൈനിങ് റൂമിലേക്ക് മാറ്റാം. അപ്പോൾ എവിടേക്ക് എന്നുള്ളത് കൂടി സ്പെസിഫൈ ചെയ്യണം, ദിശ കൂടി പറയണം. അത്തരത്തിൽ ദിശ കൂടി പറയേണ്ട ഭൗതിക അളവുകളെയാണ് നമ്മൾ സദിശ അളവുകൾ എന്ന് പറയുന്നത്. അപ്പൊ സ്ഥാനാന്തരത്തെ പറ്റി ആദ്യത്തെ പോയിന്റ് എന്താണ്? സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം. സ്ഥാനമാറ്റമാണ് സ്ഥാനാന്തരം. അതൊരു സദിശ അളവാണ്. അതൊരു സദിശ അളവാണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, തന്നിരിക്കുന്നതിൽ സദിശമേത്, അതിശമേത്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചു കേട്ടോ, സ്ഥാനാന്തരം എന്താണ്? സദിശ അളവാണ്. അടുത്തത് ബലം. ഈ ബലം എന്ന് പറയുന്നത് നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ, പുഷ് ഓർ പുൾ. ഒരു വസ്തുവിൽ നമ്മൾ പ്രയോഗിക്കുന്ന തള്ളൽ അല്ലെങ്കിൽ വലിക്കൽ, അതാണ് ബലം എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ നമുക്ക് PSCക്കൊക്കെ അല്ലേ പഠിക്കുന്നത്, അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒന്ന് സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിക്കാം. ബലം എന്ന് പറഞ്ഞാൽ അനങ്ങാതിരിക്കുന്ന ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ പിടിച്ചു നിർത്തിക്കാനോ ഒരു വസ്തുവിന്റെ ആകൃതിയോ ദിശയോ ഒക്കെ മാറ്റാനോ വേണ്ടി ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന ഭൗതിക അളവാണെന്ത്? ബലം എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ പറയില്ലേ, അടിച്ച് മോന്തയുടെ ഷേപ്പ് മാറ്റും എന്ന് പറയില്ലേ, ആകൃതി മാറ്റും. അപ്പൊ എങ്ങനെയാണ് നമ്മളൊരു ബലം പ്രയോഗിക്കൂലേ, അടിച്ച് ഒരു ബലം പ്രയോഗിച്ചിട്ടാണ് നമ്മളത് പറയുന്നത്. അതുപോലെ ബലം പ്രയോഗിക്കും എന്നാണ് പറയുന്നത് അല്ലെ, അടിച്ച് മോന്തയുടെ ഷേപ്പ് മാറ്റും എന്ന് പറയുന്നത്. അപ്പൊ ആകൃതി മാറ്റാൻ വേണ്ടി ബലം വേണം. ഒരു വസ്തു ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ അതിനെ പിടിച്ചു നിർത്തണം. എന്ത് ചെയ്യണം? നമ്മൾ പോയിട്ടൊരു ബലം പ്രയോഗിക്കണം. അനങ്ങാതിരിക്കുന്ന നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കണം, അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബലം പ്രയോഗിക്കണം. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ചലനം, നിശ്ചലാവസ്ഥ, ആകൃതി, ദിശ, ഇതിലൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ ആ വസ്തുവിൽ പ്രയോഗിക്കുന്നതിനെയാണ് ബലം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ 3 ഭൗതിക അളവുകളെ കുറിച്ച് പഠിച്ചു അല്ലെ, 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പഠിച്ചു. വർക്ക് അഥവാ പ്രവൃത്തി പഠിച്ചു. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ബലം ഗുണിക്കണം സ്ഥാനാന്തരമാണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. വർക്ക് ബലം ഗുണിക്കണം, ബലം എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, ഗുണിക്കണം സ്ഥാനാന്തരമാണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ ഫോഴ്സിനെ കുറിച്ച് പഠിച്ചു, അതുപോലെ സ്ഥാനാന്തരത്തെ കുറിച്ച് പഠിച്ചു. സ്ഥാനാന്തരമാണ് S എന്ന് ഞാൻ കൊടുത്തിരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി സ്ഥാനാന്തരത്തിന്റെ SI യൂണിറ്റ്. SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ തരം യൂണിറ്റ്സ് ഉണ്ട് അല്ലെ, ഒക്കെ നമുക്ക് ഫിസിക്സിൽ പഠിക്കാനുള്ളതാണ്. അപ്പൊ അതില് ലോകവ്യാപകമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് SI യൂണിറ്റ്, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. സ്ഥാനാന്തരമാണെങ്കിലും ദൂരമാണെങ്കിലും നീളമാണെങ്കിലും ഒക്കെ അതിന്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. അതിന്റെ SI യൂണിറ്റ് ഏതാണ്? മീറ്റർ. ഇനി ബലത്തിന്റെ SI യൂണിറ്റ് എന്താ? ഇനി ബലം അടുത്ത് നമുക്ക് പറയാനുള്ളത് അതാണ് ബലം. ബലത്തിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അതെങ്ങനെയാ ന്യൂട്ടൺ വന്നത്? ബലം എന്താണ് എന്ന് നിർവചിച്ചത് അല്ലെ, ബലത്തിന് ഒരു ഇക്വേഷൻ കൊടുത്തത് F is equal to ma, പിണ്ഡം ഗുണിക്കണം ത്വരണം. M എന്ന് പറയുന്നത് വസ്തുവിന്റെ പിണ്ഡം അഥവാ മാസ് ആണ്. A എന്ന് പറയുന്നത് വസ്തുവിനുണ്ടാകുന്ന ത്വരണമാണ്, ആക്സിലറേഷൻ ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തത് ആരാണ് കഷ്ടപ്പെട്ടിട്ട്? ഐസക് ന്യൂട്ടൺ ആണ്. അപ്പൊ അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം, അങ്ങനെ ഒരാൾ ഒരു കാര്യം കണ്ടുപിടിച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും ഒന്ന് മാനിക്കണം അല്ലെ. അപ്പൊ അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം നമ്മൾ ബലത്തിന് കൊടുത്തിരിക്കുന്ന യൂണിറ്റ് ആണ് എന്ത്? ന്യൂട്ടൺ. അപ്പൊ കുറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ സ്ഥാനാന്തരത്തിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്, ബലത്തിന്റെ SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. അടുത്ത നമ്മൾ പ്രവൃത്തിയുടെ SI യൂണിറ്റിലേക്ക് പോകും. അപ്പൊ ബലത്തിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഇവിടെ നിങ്ങളൊന്ന് നോക്കി നോക്കൂ, മാസ് ഗുണിക്കണം അല്ലെ, പിണ്ഡം ഗുണിക്കണം
ത്വരണമാണ് അല്ലെ. പിണ്ഡം ഗുണിക്കണം ത്വരണമാണ്. പിണ്ഡത്തിന്റെ യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ത്വരണത്തിന്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതൊന്നും കണ്ട ആരും ബേജാറാവണ്ട, ഞാനിപ്പോൾ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. വിസ്തരിച്ചിട്ടും ഈ യൂണിറ്റുകളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് വിവിധ ക്ലാസ്സുകളിലായിട്ട് ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അപ്പൊ കിലോഗ്രാം ഇത് ഒരുമിച്ച് എഴുതുമ്പോൾ നമുക്ക് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് ന്യൂട്ടൺ. അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് ന്യൂട്ടൺ. അപ്പൊ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ന്യൂട്ടൺ എന്ന് മൊത്തത്തിൽ എഴുതുമ്പോൾ N സ്മോൾ ആയിരിക്കും, അതിന്റെ ചുരുക്കം എഴുതുമ്പോൾ N ക്യാപിറ്റൽ ആയിരിക്കും. അപ്പൊ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂട്ടൺ എന്ന് പറയുന്നത്. അടുത്ത യൂണിറ്റ് നോക്കൂ, പ്രവൃത്തിയുടെ യൂണിറ്റിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പൊ പ്രവൃത്തിയുടെ യൂണിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് പ്രവൃത്തിയുടെ ഇക്വേഷൻ നിങ്ങളെ മനസ്സിലുണ്ടാവണം. നമ്മൾ പഠിച്ചല്ലോ പ്രവൃത്തിയുടെ ഇക്വേഷൻ, ബലം ഗുണിക്കണം സ്ഥാനാന്തരം. ബലത്തിന്റെ യൂണിറ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞു ന്യൂട്ടൺ. ബലത്തിന്റെ SI യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ. സ്ഥാനാന്തരത്തിന്റെ ഏതാണ്? മീറ്റർ. ന്യൂട്ടൺ മീറ്റർ. എന്താണ് യൂണിറ്റ്? ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ പ്രവൃത്തിയുടെ SI യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. ഈ ന്യൂട്ടൺ മീറ്ററിന് ഒരു നല്ല പേരുണ്ട്. എന്താണ് ആ പേര്? ജൂൾ. പ്രവൃത്തി അല്ലെങ്കിൽ ഊർജം, വിവിധ ഊർജ രൂപങ്ങളെ കുറിച്ചിട്ടൊക്കെ ഏറ്റവും അധികം പഠനം നടത്തിയ ഒരു ശാസ്ത്രജ്ഞനാണ് ജെയിംസ് പ്രോസ്റ്റ്യൂട്ട് ജൂൾ. അപ്പൊ അദ്ദേഹത്തോടുള്ള ആ പേര് ജൂൾ എന്ന് മാത്രം ഓർത്താൽ മതി. അപ്പൊ ജൂളിനോടുള്ള ബഹുമാനാർത്ഥം പ്രവൃത്തിയുടെ യൂണിറ്റിന് ജൂൾ എന്ന് പേര് കൊടുത്തു. അവിടെ നിങ്ങളൊരു കാര്യം കൂടി ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചു പോവാം. എന്തിൻ്റെയൊക്കെ യൂണിറ്റ് ആണ് ഈ ജൂൾ? പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ് അല്ലെ, പ്രവൃത്തി. പിന്നെയോ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പഠിക്കും ഊർജത്തിന്റെ യൂണിറ്റ്, ഊർജം. പിന്നെ മറ്റൊരു ഊർജ രൂപമായ താപം. അപ്പൊ പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ, SI യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ജൂൾ ആണ്. ഇവരുടെയൊക്കെ ഈ മൂന്ന് ആൾക്കാരുടെയും യൂണിറ്റ് സെയിം ആണ്. പ്രവൃത്തി, ഊർജം, താപം. താപം എന്ന് പറയുന്നത് ഊർജമാണ്, താപോർജമാണ് അല്ലെ. ചിലപ്പോൾ താപോർജം എന്ന് ചോദിച്ചിട്ട് യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ തന്നെ പറയാം. പക്ഷെ ചിലപ്പോൾ അങ്ങനെ ചോദിക്കില്ല, താപത്തിന്റെ യൂണിറ്റ് ഏതാണെന്നായിരിക്കും ചോദിക്കുക. അപ്പൊ താപത്തിന്റെ ആണെങ്കിൽ ചോദിച്ചാലും, ഊർജത്തിന്റെ ചോദിച്ചാലും, താപോർജത്തിന്റെ ചോദിച്ചാലും, അതുപോലെ പ്രവൃത്തിയുടെ യൂണിറ്റ് ചോദിച്ചാലും SI യൂണിറ്റ് ഏതാണ്? ജൂൾ. ഇപ്പൊ പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള SI യൂണിറ്റ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? ജൂൾ. പ്രവൃത്തിയുടെ മാത്രമാണോ? പ്രവൃത്തിയുടെ SI യൂണിറ്റ് ജൂൾ ആണ്, ഊർജത്തിന്റെ ജൂൾ ആണ്, അതുപോലെ താപത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പ്രവൃത്തിയെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രവൃത്തിയുടെ SI യൂണിറ്റ് മാത്രം പഠിച്ചാൽ പോരാ, വേറൊരു യൂണിറ്റ് സിസ്റ്റം കൂടിയുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? CGS സിസ്റ്റം എന്ന് പറയുന്നത്. CGS സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, CGS. ഈ C സൂചിപ്പിക്കുന്നത് നീളത്തിന്റെ യൂണിറ്റിനെയാണ്, G സൂചിപ്പിക്കുന്നത് പിണ്ഡത്തിന്റെ യൂണിറ്റിനെയാണ്, S സൂചിപ്പിക്കുന്നത് സമയത്തിന്റെ യൂണിറ്റിനെയാണ്. അപ്പൊ നീളത്തിന് C വെച്ചിട്ടുള്ള യൂണിറ്റ് ഏതാ? സെന്റിമീറ്റർ. പിണ്ഡത്തിന് G വെച്ചിട്ടുള്ള യൂണിറ്റ് ഏതാ? ഗ്രാം. എസിന് സമയം വെച്ചിട്ടുള്ള യൂണിറ്റ് ഏതാ? സെക്കൻഡ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ CGS സിസ്റ്റം എന്ന് പറയുന്നത് സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. വളരെ കുറച്ച് ചെറിയ ആൾക്കാരാണ്, വലിയ മീറ്ററിന്റെ അത്രയൊന്നും വലിപ്പമില്ലല്ലോ സെന്റിമീറ്ററിന്, അപ്പൊ കുറച്ച് താഴെയുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ CGS സിസ്റ്റത്തില് പ്രവൃത്തിയുടെ യൂണിറ്റ്, പ്രവൃത്തിയുടെ ചോദിച്ചാലും, എനർജിയുടെ ചോദിച്ചാലും, ഊർജത്തിന്റെ ചോദിച്ചാലും, താപത്തിന്റെ ചോദിച്ചാലും CGSൽ ഏതാണ് യൂണിറ്റ്? എർഗ്സ്. ഏതാണ് യൂണിറ്റ്? എർഗ്സ്. ഈ എർഗ്സില് സ്ഥിരമായി PSC ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ എത്ര എർഗ്സ് ആണെന്ന്. ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ എത്ര എർഗ്സ് ആണ്? 10⁻⁷ എർഗ്സ് ആണ് ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ. ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ 10⁻⁷ എർഗ്സ് ആണ്. സ്ഥിരമായി ചോദിക്കാറുണ്ട് കേട്ടോ. 10⁻⁷ എർഗാണ് ഒരു ജൂൾ എന്ന് പറയുന്നത്. നേരെ തിരിച്ചു നോക്കൂ, ഒരു എർഗ് എന്ന് പറഞ്ഞാൽ, എർഗാണ് ചെറുതാ അല്ലെ, ഒരു എർഗ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁷, ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ 10⁻⁷ എർഗാണ്. ഇനി ഒരു എർഗ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁻7 ജൂളാണ്. 10⁻⁻7 ജൂളാണ് ഒരു എർഗ് എന്ന് പറയുന്നത്. അടുത്ത സ്ഥിരമായി PSC ചോദിക്കുന്ന മറ്റൊന്നാണ് ഒരു കലോറി. ഊർജം അല്ലെങ്കിൽ പ്രവൃത്തിയുടെ മറ്റൊരു യൂണിറ്റ് ആണ് കലോറി.
ഒരു കലോറി എന്ന് പറഞ്ഞാൽ എത്ര ജൂളാണ്? ഓക്കെ, ഓൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത എല്ലാവർക്കും അറിയണ്ടാവും. 4.184 ജൂളാണ്. ഒരു കലോറി എന്ന് പറഞ്ഞാൽ എത്ര ജൂളാണ്? 4.184 ജൂൾ. ഒരു കലോറി. കലോറി എത്രയാണ്? ലോറിക്ക് എത്ര വീല ഉണ്ടാവുക? 4 വീലല്ലേ? അപ്പൊ കലോറി എന്ന് പറഞ്ഞാൽ 4.184 ജൂളാണ്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ പ്രവൃത്തിയുടെ ഒന്നും കൂടെ ഞാൻ പറയാണ്. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ജൂൾ ആണ്. പ്രവൃത്തിയുടെ CGS സിസ്റ്റത്തിലെ യൂണിറ്റ് എർഗ് ആണ്. എർഗ്. ഇനി ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ 10⁻7 എർഗ് ആണ്. ഒരു എർഗ് എന്ന് പറഞ്ഞാലോ 10⁻⁻7 ജൂൾസ് ആണ്. തിരിച്ചും മറിച്ചും അങ്ങോട്ടൊരു മൈനസ് ആവുന്നേ ഉള്ളൂ. അടുത്തത് കലോറി. ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.184 ജൂളാണ്. ഒരു കലോറി എത്രയാണ്? 4.184 ജൂൾ. അടുത്തത് 3 തരം പ്രവൃത്തി. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. ഞാനൊരൊറ്റ എക്സാമ്പിൾ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. 3 തരം പ്രവൃത്തിയുണ്ട്. പോസിറ്റീവ് പ്രവൃത്തി, നെഗറ്റീവ് പ്രവൃത്തി, സീറോ പ്രവൃത്തി അല്ലേ? പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ബലം പ്രയോഗിക്കുമ്പോൾ അതേ ദിശയിൽ തന്നെ വസ്തു നീങ്ങാണ്. പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ബലം എങ്ങോട്ടേക്കാണോ പ്രയോഗിക്കുന്നത് അതേ ദിശയിൽ വസ്തു നീങ്ങാണ്. അതിനെയാണ് നമ്മൾ പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇനി ബലം പ്രയോഗിച്ചു, പക്ഷെ വസ്തു ഓപ്പോസിറ്റ് ദിശയിലാണ് നീങ്ങുന്നത്. അപ്പൊ അതിനെന്താ പറയുക? നെഗറ്റീവ് പ്രവൃത്തി എന്ന് പറയും. നമ്മൾ എത്ര ബലം പ്രയോഗിച്ചിട്ടും വസ്തു അനങ്ങുന്നില്ല, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ചുമരൊന്ന് പിടിച്ച് തള്ളി നോക്കൂ. നിങ്ങൾ എത്ര നേരം അത് പിടിച്ച് തള്ളിയാലും ചുമര അങ്ങോട്ടും പോകൂല ഇങ്ങോട്ടും പോകൂല, അവിടെ തന്നെ നിൽക്കും. അപ്പൊ നിങ്ങൾ ചെയ്ത പ്രവൃത്തി എന്താണ്? സീറോ പ്രവൃത്തിയാണ്. ജസ്റ്റ് മനസ്സിലാക്കാനേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഒരു വസ്തുവിന്റെ മേലെ ബലം പ്രയോഗിച്ചിട്ട് നിങ്ങളൊരു പ്രവൃത്തി ചെയ്തു, അതിന് പോസിറ്റീവ് റിസൾട്ട് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ബലം പ്രയോഗിച്ച അതേ ദിശയിൽ വസ്തു വരുവാണെങ്കിൽ പോസിറ്റീവ് വർക്ക്. നിങ്ങൾ ബലം ഇങ്ങോട്ട് പിടിക്കുമ്പം വസ്തു അങ്ങോട്ടേക്കാണ് പോകുന്നതെങ്കിൽ എന്താണ്? നെഗറ്റീവ് വർക്കാണ്. ഇനി അതല്ല, നിങ്ങൾ ബലം പിടിച്ചു പക്ഷെ ഒരു ഗുണം ഉണ്ടായില്ല, വസ്തു അങ്ങോട്ടും പോയില്ല ഇങ്ങോട്ടും പോയില്ല, സീറോ പ്രവൃത്തി. അതിനാണ് ഈ ചുമര് തള്ളുന്ന ഉദാഹരണം ഒന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ പോസിറ്റീവ് പ്രവൃത്തി, നെഗറ്റീവ് പ്രവൃത്തി, സീറോ പ്രവൃത്തി. ക്ലിയർ ആയോ? ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ PSCക്ക് പഠിക്കുന്നുണ്ട് അല്ലെ? നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ ആ ഒരു പരീക്ഷയിൽ ജയിക്കുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണ്? നിങ്ങൾ പഠിച്ചു, നിങ്ങൾ വർക്ക് ചെയ്തു, അതിനൊരു റിസൾട്ട് ഉണ്ടായി. അതാണ് പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറയുന്നത്. പഠിച്ചു, റിസൾട്ട് ഒന്നും ഉണ്ടായില്ല, പക്ഷെ എന്താണ്? ഒരു ഇതും ഉണ്ടായില്ല. അപ്പൊ അതെന്താണ്? പക്ഷെ നന്നായി പഠിച്ചു, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ചെയ്യാൻ പറ്റി, പക്ഷെ എന്താണ്? റിസൾട്ട് ഒന്നും ഉണ്ടായില്ല. നിങ്ങൾ നിങ്ങളെ മാക്സിമം ശ്രമിച്ചു. അതിനെയാണ് എന്ത് പറയുന്നത്? സീറോ പ്രവൃത്തി എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുമില്ല, നിങ്ങൾക്ക് കിട്ടിയ അവസരമൊക്കെ നഷ്ടപ്പെടുത്തി, നിങ്ങൾ വിചാരിച്ചു പഠിക്കാതെ പോയാലും കിട്ടുമെന്ന് വിചാരിച്ചു, നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചു, നെഗറ്റീവ് പ്രവൃത്തിയായി അല്ലേ? അപ്പൊ എന്താണ് പ്രവൃത്തി? പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ബലം പ്രയോഗിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ദിശയിലേക്ക്, നമ്മൾ ബലം പ്രയോഗിക്കുന്ന ദിശയിലേക്ക് വസ്തു നീങ്ങുകയാണെങ്കിൽ പോസിറ്റീവ് പ്രവൃത്തി. ഇത് നമ്മൾ ബലം പ്രയോഗിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ദിശയിലേക്കാണ് വസ്തു നീങ്ങുന്നതെങ്കിൽ നെഗറ്റീവ് പ്രവൃത്തി. നമ്മൾ ബലം പ്രയോഗിച്ചിട്ടും വസ്തുവിന് ഒരു മാറ്റവും ഇല്ല, അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ സീറോ പ്രവൃത്തി. ക്ലിയർ ആയോ? അടുത്തത് ഇനി പ്രവൃത്തി പഠിക്കും. അപ്പൊ ഏകദേശം പ്രവൃത്തിയുടെ കാര്യം തീരുമാനമായിട്ടോ. അപ്പൊ പ്രവൃത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം? പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ബലം ഗുണിക്കണം സ്ഥാനാന്തരമാണ്. അതാണ് ഏറ്റവും ഫസ്റ്റ് പോയിന്റ്. ബലം ഗുണിക്കണം സ്ഥാനാന്തരമാണ് പ്രവൃത്തി. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ജൂളാണ്. അപ്പൊ പ്രവൃത്തിയുടെ മാത്രമല്ല, ഊർജത്തിന്റെയും താപത്തിന്റെയും SI യൂണിറ്റ്, അല്ലെങ്കിൽ ഏത് യൂണിറ്റ് ആണെങ്കിലും പ്രവൃത്തി, ഊർജം, താപം, ഈ മൂന്നാക്കും ഒരേ യൂണിറ്റ് ആണ്. അതുപോലെ ഇനി കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഡയമെൻഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ ഒരേ ഡയമെൻഷനായി മൂന്നാക്കും. ഇവര് ഒന്നിച്ച് നിൽക്കും. പ്രവൃത്തി, ഊർജം, താപം, 3 പേർക്കും സെയിം യൂണിറ്റ്. അപ്പൊ CGS സിസ്റ്റത്തിലെ യൂണിറ്റ് പറയുകയാണെങ്കിൽ എർഗ് ആണ് കേട്ടോ. എർഗ്. ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ 10⁻7 എർഗ് ആണ്. അടുത്തൊരു യൂണിറ്റ് ആണ് കലോറി. ഒരു കലോറി എന്ന് പറഞ്ഞാൽ എത്ര ജൂളാണ്? 4.184 ജൂളാണ്. പിന്നെ നമ്മൾ 3 തരം പ്രവൃത്തി: പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ പ്രവൃത്തി. അത്രയും ക്ലിയർ ആയല്ലോ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പവർ. പവർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾ ഒരു മണിക്കൂർ നേരം ഒരു വസ്തു പിടിച്ച് തള്ളി, വസ്തുവിന് സ്ഥാനാന്തരമൊക്കെ ഉണ്ടായി, നിങ്ങൾ ഒരു മണിക്കൂർ നേരമാണ് ചെയ്തത്. അപ്പം ആ ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ അളവ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ. നിങ്ങൾ എത്ര പവർ ചെലവാക്കി എന്ന് പറയുന്നത്. അപ്പം പവർ എന്ന് പറഞ്ഞാൽ
പ്രവൃത്തിയുടെ നിരക്കാണ്. ഒന്നുമില്ല, പ്രവൃത്തിയെ സമയം കൊണ്ട് ഹരിക്കാം. നിങ്ങൾ എത്ര പ്രവൃത്തി ചെയ്തു, അതെത്ര സമയത്തേക്ക് ചെയ്തു. ഇപ്പം നിങ്ങൾ 10 ജൂൾ പ്രവൃത്തിയാണ് ചെയ്തത്, അത് ഒരു 5 സെക്കൻഡ് നേരത്തേക്കാണ് നിങ്ങൾ ചെയ്തത്. അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ പവർ എത്രയാണ്, പ്രവൃത്തി എത്രയാണ്, 10 ജൂളാണ് അല്ലേ. നിങ്ങൾ ചെയ്തത് 5 സെക്കൻഡ് നേരത്തേക്കാണ്. 10/5 2 ആണ് അല്ലേ പവറിന്റെ യൂണിറ്റ് എന്താ, വാട്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ, ധർമ്മജന്റെ ഒരു സിനിമയിലില്ലേ പവറിന്റെ യൂണിറ്റ് എന്താണ്, വാട്ട്. പവറിന്റെ യൂണിറ്റ് വാട്ട്, W എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. പവറിന് മറ്റൊരു യൂണിറ്റ് ഉണ്ട്, PSC സ്ഥിരം ചോദിക്കുന്നതാണ്, കുതിരശക്തി അഥവാ ഹോഴ്സ് പവർ. പവറിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് കുതിരശക്തി അഥവാ ഹോഴ്സ് പവർ. ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. PYQ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട, സ്ഥിരം എന്ന് പറഞ്ഞാൽ ഒരിടയ്ക്ക് എപ്പോഴും ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും, ഇപ്പോഴും ചോദിക്കാൻ നല്ല സാധ്യതയൊക്കെ ഉണ്ട്. ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. എത്രയാണ്, 746 വാട്ട്. അപ്പൊ പ്രവൃത്തിയുടെ നിരക്ക്, പ്രവൃത്തിയെ സമയം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് പവർ. അപ്പൊ പ്രവൃത്തിയെ സമയം കൊണ്ട് ഹരിക്കുമ്പം നമുക്ക് എങ്ങനെയാ, പ്രവൃത്തിയുടെ യൂണിറ്റ് നമുക്കറിയാം ജൂൾ ആണ്, സമയത്തിന്റെ യൂണിറ്റ് നമുക്കറിയാം സെക്കൻഡ് ആണ്. അപ്പൊ ജൂൾ പെർ സെക്കൻഡ് എന്ന് വരും അല്ലെ. പ്രവൃത്തിയെ സമയം കൊണ്ട് ഹരിച്ചാൽ ജൂൾ ഹരിക്കണം സെക്കൻഡ്. ജൂൾ പെർ സെക്കൻഡിന്റെ പേരാണ് എന്ത്, വാട്ട്. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം കേട്ടോ. വാട്ട് എന്ന് പറഞ്ഞാൽ പല ഓപ്ഷൻസ് ഉണ്ടാവും. ചിലപ്പം ഉണ്ടാവും ജൂൾ പെർ സെക്കൻഡ് എന്ന് തരും, ചിലപ്പോൾ തരും ജൂൾ സെക്കൻഡ് എന്ന് തരും, ചിലപ്പം ജൂൾ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തരും. അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പം നിങ്ങൾക്ക് ആ ഇക്വേഷൻ അറിഞ്ഞാൽ മതി. പവർ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ബൈ സമയം. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ, സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ്. ജൂൾ ഹരിക്കണം സെക്കൻഡ്, ജൂൾ പെർ സെക്കൻഡ്. അതിന്റെ പേരാണ് വാട്ട്. അതിന്റെ പേരാണ് വാട്ട്. അപ്പൊ പ്രവൃത്തിയുടെ നിരക്ക് പവർ. പവർ നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രവൃത്തി ബൈ സമയമാണ്. പവറിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് ഹോഴ്സ് പവർ അഥവാ കുതിരശക്തി. ഒരു HP അഥവാ ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. 746 വാട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പവറും കഴിഞ്ഞു. ഇനി അടുത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു പോർഷനാണ് ഊർജം. ഊർജം എന്താ, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ്, ദ എബിലിറ്റി ടു ഡു വർക്ക്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ പറയാം. പ്രവൃത്തി ചെയ്യാനുള്ള നമ്മുടെ കഴിവിനെയാണ് നമ്മൾ ഊർജം എന്ന് പറയുന്നത്. ഊർജത്തിന്റെ യൂണിറ്റ് ഏതാ, പ്രവൃത്തിയുടെ അതേ യൂണിറ്റ്. പ്രവൃത്തിക്ക് ഏതാണോ യൂണിറ്റ് അത് തന്നെയാണ് ഊർജത്തിന്റെ യൂണിറ്റ്. അപ്പോൾ SI യൂണിറ്റ് ഏതായിരിക്കും, ജൂൾ ആയിരിക്കും അല്ലെ. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ജൂൾ ആണ്, അതുകൊണ്ട് ഊർജത്തിന്റെയും SI യൂണിറ്റ് ഏതാണ്, ജൂൾ ആണ്. CGS യൂണിറ്റോ, പ്രവൃത്തിയുടേത് എർഗ്സ് ആണ്, അതുകൊണ്ട് തന്നെ ഊർജത്തിന്റെയും ഏത് തന്നെയായിരിക്കും, എർഗ്സ് ആയിരിക്കും. ഇനി അപ്പം ഓർത്തിരിക്കേണ്ടത് പ്രവൃത്തിക്കും ഊർജത്തിനും ഒരേ യൂണിറ്റ് ആണ്, എപ്പോഴും ഓർത്തിരിക്കണേ. ഇനി ഊർജം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാ? ഞാൻ ഊർജ്ജ സംരക്ഷണ നിയമത്തിലേക്കൊന്നും ഇവിടെ പോകുന്നില്ല, അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ് ഉണ്ടാവും കേട്ടോ. വിവിധ ഊർജ്ജ രൂപങ്ങളും ഊർജ്ജ പരിവർത്തനവും ഊർജ്ജ സംരക്ഷണ നിയമവും ഒക്കെ വെച്ചിട്ട് സെപ്പറേറ്റ് ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ജസ്റ്റ് ഞാൻ പറയുന്നേ ഉള്ളൂ. ഊർജം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാ? തോമസ് യങ്. എങ്ങനെ ഓർത്തിരിക്കാം? നമ്മൾ പൊതുവേ പറയൂലേ, യങ്സ്റ്റേഴ്സിന്, യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര ഊർജ്ജമായിരിക്കും, ഊർജ്ജസ്വലരായിരിക്കും എന്നൊക്കെ പറയൂലേ. അപ്പൊ യങ്, ഊർജം, അത് കണക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഊർജം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഊർജം എന്നോർക്കാം. അപ്പൊ ഊർജം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ്. SI യൂണിറ്റ് ജൂൾ ആണ്. CGS യൂണിറ്റ് എർഗ്സ് ആണ്. അപ്പൊ പ്രവൃത്തിക്കും ഊർജത്തിനും ഒരേ യൂണിറ്റ് ആണ്. ഊർജം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് തോമസ് യങ് എന്ന് പറയുന്ന ആളാണ്. അടുത്ത് നോക്കൂ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഊർജ്ജ സംരക്ഷണ നിയമം ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്, കാരണം പറയാതിരിക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല, അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നുണ്ട്. ആരാണ് ഊർജ്ജ സംരക്ഷണ നിയമം പറഞ്ഞത്? ഐൻസ്റ്റീൻ ആണ് അല്ലെ, ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പൊ ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു രൂപത്തിലുള്ള ഊർജത്തെ വേറൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ പറ്റൂ. ഇപ്പൊ താപോർജത്തെ പിടിച്ച് നമുക്ക് വൈദ്യുതോർജമാക്കാം, വൈദ്യുതോർജത്തെ പിടിച്ച് ശബ്ദോർജമാക്കാം. അങ്ങനെ ഊർജത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കളിക്കാന്നല്ലാതെ ഊർജത്തെ നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. എല്ലാവർക്കും അറിയാം. അതാണ് ഊർജ സംരക്ഷണ നിയമം അല്ലെ. ഊർജത്തെ നമുക്ക് എന്താണ്, നിർമ്മിക്കാനും നശിപ്പിക്കാനും സാധിക്കില്ല. നിർമ്മിക്കാനും നശിപ്പിക്കാനും സാധിക്കില്ല. ഒരു രൂപത്തിലുള്ള ഊർജത്തെ മറ്റൊരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. അപ്പോൾ ഐൻസ്റ്റീൻ്റെ സുപ്രസിദ്ധമായിട്ടുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം അല്ലെ, E = mc².
എല്ലാവർക്കും അറിയില്ല E ഈസ് ഈക്വൽ ടു mc², ഊർജ്ജ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ. M എന്ന് പറഞ്ഞാൽ വസ്തുവിന്റെ പിണ്ഡം, C എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശത്തിന്റെ പ്രവേഗം. ശൂന്യതയിലാണ് പ്രകാശത്തിന്റെ പ്രവേഗം. എവിടെയാണ്? ശൂന്യതയിലെ പ്രകാശ പ്രവേഗമാണ് C എന്ന് പറയുന്നത്. ചോദിക്കാറുണ്ട് എത്രയാണ് സിയുടെ വാല്യൂ? 3 ഗുണിക്കണം 10⁸ മീറ്റർ/സെക്കൻഡ്. 3 ലക്ഷം മീറ്റർ/സെക്കൻഡ്. 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അതാണ് SI യൂണിറ്റിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, മീറ്റർ/സെക്കൻഡ്. അതാണ് നമ്മൾ C അഥവാ പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗത. ഇവിടെ കുറെ പോയിന്റ്സ് പഠിച്ചു കേട്ടോ. C എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗതയാണ്. അപ്പൊ സിയുടെ വാല്യൂ എത്രയാണ്? 3 ഗുണിക്കണം 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഊർജ്ജ സംരക്ഷണ നിയമം ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് പറഞ്ഞത്. ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല, ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ മറ്റൊരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഊർജ്ജ പരിവർത്തനങ്ങൾ എന്ന ടോപ്പിക്കിൽ പഠിക്കാം കേട്ടോ. അപ്പൊ അടുത്ത നോക്കൂ, വിവിധ തരം ഊർജ്ജ രൂപങ്ങളാണ്. എല്ലാവർക്കും അറിയാം, താപോർജം, പ്രകാശോർജം, രാസോർജം, ഭക്ഷണത്തിലൊക്കെ ഉള്ളത്, ശബ്ദോർജം, ആണവോർജം, യാന്ത്രികോർജം, വൈദ്യുതോർജം. ഇതിൽ നിങ്ങൾക്ക് സിലബസ് നോക്കിയാൽ തന്നെ അറിയാം, താപോർജം, പ്രകാശോർജം, ശബ്ദോർജം ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ആണവോർജം നമുക്ക് കുറച്ച് ന്യൂക്ലിയർ ഫിഷൻ, ഫ്യൂഷൻ ഒക്കെ അവിടെയും നമുക്ക് കുറച്ചൊക്കെ നോക്കാനുണ്ട്. ഇപ്പൊ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ആകെ ഒരൊറ്റ ഊർജത്തെ കുറിച്ചാണ്. അതാണ് യാന്ത്രികോർജം. പേരൊന്നും കേട്ട് ആരും പേടിക്കേണ്ട, മെക്കാനിക്കൽ എനർജി. യാന്ത്രികോർജത്തിന് എന്താ പറയാ നമ്മള്? മെക്കാനിക്കൽ എനർജി. അപ്പൊ എന്താണ് യാന്ത്രികോർജം? യാന്ത്രികോർജം എന്ന് പറഞ്ഞാൽ പേര് കേട്ട് ഞെട്ടണ്ട, ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലമോ ചലനം മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് യാന്ത്രികോർജം. ബാക്കിയുള്ള താപോർജ്ജമൊക്കെ നമുക്ക് താപവും ഊഷ്മാവും അങ്ങനെ ടോപ്പിക്സ് ആയിട്ട് തന്നെയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാത്തത്. അപ്പൊ യാന്ത്രികോർജം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് ഒന്നുകിൽ അതിൻ്റെ ചലനം മൂലം അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ, സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ് യാന്ത്രികോർജം അഥവാ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. ഇനി 2 തരമുണ്ട്. ഒന്നുകിൽ ഒരു വസ്തുവിന് സ്ഥാനം മൂലം യാന്ത്രികോർജം കിട്ടും, അപ്പം അതൊരു ടൈപ്പ്. അടുത്ത ടൈപ്പ് ഏതാണ്? അത് ചലനം, മോഷൻ മൂലം അതിന് കിട്ടും. അപ്പം യാന്ത്രികോർജം ഏത് രീതിയിലാണോ ഒരു വസ്തുവിന് ഉണ്ടാവുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. അതാണ് ഒന്നാമത്തത് ഏതാണ്? ഗതികോർജം, കൈനറ്റിക് എനർജി. രണ്ടാമത്തത് ഏതാണ്? സ്ഥിതികോർജം, പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഒരു വസ്തുവിന് സ്ഥാനം മൂലമോ അല്ലെങ്കിൽ അതിൻ്റെ ചലനം മൂലമോ ലഭിക്കുന്ന ഊർജത്തെ നമുക്ക് യാന്ത്രികോർജം എന്ന് പറയാം. സ്ഥാനം മൂലം ലഭിക്കുന്ന യാന്ത്രികോർജം സ്ഥിതികോർജം. പേരിൽ തന്നെ ഇല്ലേ, സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി. ചലനം മൂലം ലഭിക്കുന്ന ഊർജമാണ് എന്ത്? ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി. രണ്ടുമായി ബന്ധപ്പെട്ടും 2 കുഞ്ഞ് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. അപ്പം അതും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന യാന്ത്രിക ഊർജത്തിലെ ആദ്യത്തെ ടൈപ്പ് ഗതികോർജം. ഒരു വസ്തുവിന് അതിന്റെ ചലനം മൂലം ലഭിക്കുന്ന ഊർജമാണ് ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി. ഗതികോർജത്തിന് എന്താ പറയാ? കൈനറ്റിക് എനർജി. അപ്പം അതിന്റെ ചലനം മൂലം ലഭിക്കുന്നത് കൈനറ്റിക് എനർജി. കൈനറ്റിക് എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ്. ഒരു വസ്തുവിന്റെ ചലനവുമായി ബന്ധപ്പെട്ടതാണ് കൈനറ്റിക്. അപ്പൊ ഗതികോർജം ഒരു വസ്തുവിന് ചലനം മൂലം ലഭിക്കുന്ന ഊർജമാണ് ഗതികോർജം. അപ്പൊ ചലനം എന്ന് പറയുന്ന, ചലിക്കുന്ന ഏതൊരു വസ്തുവിന് എന്തുണ്ടായിരിക്കും? പ്രവേഗം, ഒരു വെലോസിറ്റി ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഗതികോർജത്തിന്റെ ഇക്വേഷൻ, സുപ്രസിദ്ധമായിട്ടുള്ള ഇക്വേഷൻ ആണ്. 2 ഇക്വേഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് 1/2 mv², ഹാഫ് mv². m എന്താ? പിണ്ഡം. v എന്താ? വെലോസിറ്റി അഥവാ പ്രവേഗം. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ്, എല്ലാവർക്കും അറിയണ്ടാവും. ഹാഫ് mv², അതാണ് കൈനറ്റിക് എനർജിയുടെ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ടും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, അടുത്ത ഇക്വേഷൻ വെച്ചിട്ടും ചോദിക്കാറുണ്ട്. ഗതികോർജം കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് p²/2m. എന്താണ് ഈ p? ആരാണ് p? മൊമെന്റം അഥവാ ആക്കം. ആക്കം അഥവാ മൊമെന്റം, അതാണ് p എന്ന് പറയുന്നത്. പിയുടെ ഇക്വേഷൻ എങ്ങനെയാ p കണ്ടുപിടിക്കുക? ഒരു വസ്തുവിന്റെ പിണ്ഡം ഗുണിക്കണം പ്രവേഗം, മാസ് ഗുണിക്കണം വെലോസിറ്റി. പിണ്ഡം ഗുണിക്കണം പ്രവേഗമാണ് ആക്കം അഥവാ മൊമെന്റം എന്ന് പറയുന്നത്. അപ്പോൾ p²/2m, അങ്ങനെ ഒരു ഇക്വേഷനും കൂടി ഉണ്ട് കേട്ടോ. ഒന്നുകിൽ ഹാഫ് mv², പഠിച്ചു വെച്ചേ പറ്റൂ കേട്ടോ. അടുത്തത് മൊമെന്റത്തിന്റെ ടേംസിലാണ്, ആക്കത്തിന്റെ ടേംസിൽ
p²/2m. ഇനി ഇത് പഠിച്ചാൽ എങ്ങനെയായിരിക്കും ചോദ്യം വരിക എന്നല്ലേ നിങ്ങളുടെ സംശയം. നമുക്ക് നോക്കാം. അടുത്ത നോക്കൂ, ചോദ്യം ചോദിക്കും, ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം എത്ര മടങ്ങാവും? ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ v എന്ന് പറയുന്നത് ഇരട്ടിയായി, 2v ആയി. ആദ്യം 5 ആയിരുന്നു ഉണ്ടായിരുന്ന 10 ആയി. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഗതികോർജം എത്ര ടൈംസ് ആവും? എപ്പോഴും ഓർത്തിരിക്കുക, ഗതികോർജത്തിന്റെ ഇക്വേഷനിൽ v എന്നല്ല അല്ലേ ഉള്ളത്, v² എന്നാണുള്ളത്. അപ്പൊ ഈ തന്നിരിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ ടൈംസ് ആകും. ഈ തന്നിരിക്കുന്ന സംഖ്യ എത്ര? 2. 2ന്റെ സ്ക്വയർ 4. അപ്പം ഇരട്ടിയായാൽ 4 ഇരട്ടിയാകും. ഇനി v എന്ന് പറയുന്നത് 3 ഇരട്ടിയായാലോ? 3 ഇരട്ടിയായാലോ? 3ന്റെ സ്ക്വയർ കൈനറ്റിക് എനർജി എത്ര ഇരട്ടിയാകും? 9 ഇരട്ടിയാകും. കൈനറ്റിക് എനർജി എത്ര ഇരട്ടിയാകും? 9 ഇരട്ടിയാകും. v പ്രവേഗം 4 ഇരട്ടിയായാലോ? 4ന്റെ സ്ക്വയർ 16 ഇരട്ടിയാവും കൈനറ്റിക് എനർജി. അപ്പൊ അതുകൊണ്ടാണ് ആ ഇക്വേഷന്റെ യൂസ് അവിടെയാണ് അല്ലേ, ഹാഫ് mv². ആ ഇക്വേഷനാണ് നമുക്ക് അവിടെ ഉപകാരപ്പെടുക. കാരണം വെലോസിറ്റി 2, അതായത് ഇരട്ടി ആവുകയാണെങ്കിൽ, ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 മടങ്ങാവുകയാണെങ്കിൽ കൈനറ്റിക് എനർജിയിൽ നോക്കൂ, വെറുതെ വെലോസിറ്റി എന്നല്ല, വെലോസിറ്റി സ്ക്വയർ എന്നാണ് അവിടെ. അപ്പം 4 മടങ്ങാവും. പിണ്ഡത്തിന് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ലല്ലോ, വസ്തു തന്നെയല്ലേ. അടുത്തത്, വസ്തുവിന്റെ അതേ ചോദ്യം തന്നെ വേറെ രീതിയിൽ ചോദിക്കാം. ഒരു വസ്തുവിന്റെ ആക്കം ഇരട്ടിയായാൽ ഗതികോർജം 4 ഇരട്ടിയാകും. ഗതികോർജം എത്ര മടങ്ങാവും? ആക്കവും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ഈ റിലേഷൻ p²/2m എന്ന് പറയുന്ന ഇക്വേഷൻ അറിയാത്ത ഒരാൾക്ക് ഇവിടെ ഇരുന്ന് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂല. ആക്കവും കൈനറ്റിക് എനർജിയും എന്ത് ബന്ധം? ക്വസ്റ്റ്യൻ തെറ്റാണെന്നൊക്കെ വിചാരിക്കും അല്ലെ. അപ്പൊ ആക്കം ഇരട്ടിയായാൽ കൈനറ്റിക് എനർജി എത്ര ഇരട്ടിയാകും? അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാണ്? p²/2m എന്ന് പറയുന്ന ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. p² ആക്കം ഇരട്ടിയായി, p എന്ന് പറയുന്നത് 2p ആയി, സ്ക്വയർ ടൈംസ് ആകും. 2 എന്നുള്ളത് 4 ടൈംസ് ആകും. വെലോസിറ്റിയുടെ അതേപോലെ തന്നെയാണ് കേട്ടോ. വെലോസിറ്റി ഇരട്ടിയായാൽ അല്ലെങ്കിൽ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം 4 മടങ്ങ്. മൊമെന്റം ആക്കം ഇരട്ടിയായാൽ വീണ്ടും ഗതികോർജം 4 മടങ്ങ്. സ്ക്വയർ ടൈംസ് കൂടും. അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ ഈ 2 ഇക്വേഷനും പഠിക്കണം. ആ 2 ഇക്വേഷന്റെ ഉപയോഗം ഈ രീതിയിൽ ചോദ്യങ്ങൾ വരും. ഇനി ഉദാഹരണം, കൈനറ്റിക് എനർജി ഉള്ള ഗതികോർജമുള്ള കുറച്ച് വസ്തുക്കൾ പറയൂ. തോക്കിൽ നിന്ന് പായുന്ന വെടിയുണ്ട അല്ലെ, അതുപോലെ വില്ലിൽ നിന്ന് നമ്മൾ അയക്കുന്ന അമ്പ്, എറിയുന്ന കല്ല്. നമ്മളൊരു കല്ല് എറിഞ്ഞു കഴിഞ്ഞാൽ അത് മോഷനിലാണ്. ഓടുന്ന വണ്ടി, ചലിക്കുന്ന എന്തൊരു വസ്തുവും അതിനൊക്കെ എന്തുണ്ട്? ഗതികോർജമുണ്ട്. ചലനമുള്ള ഏതൊരു വസ്തുവിനും ഭൂമിക്ക് ഗതികോർജം ഇല്ലേ? ഭൂമി ഫുൾ ടൈം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതുപോലെ ഗ്രഹങ്ങൾ എല്ലാത്തിനും എന്തുണ്ട്? ഗതികോർജമുണ്ട്. അടുത്തതാണ് സ്ഥിതികോർജം. ഒരു വസ്തുവിന് സ്ഥാനം മൂലം അല്ലെങ്കിൽ അതിന്റെ രൂപമാറ്റം മൂലം. അപ്പൊ ഈ രൂപമാറ്റം എന്താണെന്ന് ചിന്തിക്കേണ്ട. ഒന്നുകിൽ അതിനെ പിടിച്ചിങ്ങനെ അമർത്തി വെക്കാം, അല്ലെങ്കിൽ അതിനെ വലിച്ചു നീട്ടാം. അപ്പൊ ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പിടിച്ചുകൊണ്ടേ ഒരു ഹൈറ്റിൽ വെക്കുക, ഒരു ഉയരത്തിൽ വെക്കുക. അത്തരത്തിൽ അതിന് സ്ഥാനം മൂലമോ രൂപമാറ്റം മൂലമോ ഉണ്ടാകുന്ന എനർജി, ഊർജമാണ് സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി. സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി. ഒരു സിമ്പിൾ ഇക്വേഷൻ ആട്ടോ പഠിക്കാനുള്ള. ഒറ്റ ഇക്വേഷനേ ഉള്ളൂ, mgh. m എന്ന് പറഞ്ഞാൽ എന്താണ്? പിണ്ഡം. g എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വ ത്വരണം. ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ ആ വസ്തുവിനുണ്ടാകുന്ന ത്വരണം. അപ്പൊ ഭൂഗുരുത്വ ത്വരണം വാല്യൂ എത്രയാ? എല്ലാവർക്കും അറിയണ്ടാവില്ല, 9.8 m/s². അതാണ് ഭൂഗുരുത്വ ത്വരണം. h എന്ന് പറഞ്ഞാൽ വസ്തു എത്ര ഉയരത്തിലിരിക്കുന്നു. ഇപ്പൊ ഇത്രയും ഉയരത്തിലിരിക്കുകയാണ്, ഭൂമിയിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ഉയരം h ആണ്. അപ്പൊ ഒരു വസ്തുവിന്റെ ഉയരം, വസ്തു എത്ര ഉയരത്തിലിരിക്കുന്നു, അതാണ് h. ഉയരം കൂടുന്തോറും, ഇക്വേഷൻ നോക്കൂ, mgh എന്നാണ്. ഉയരം കൂടുന്തോറും സ്ഥിതികോർജം കൂടും. ഇവിടെ ഉയരം 10 ആയിരുന്നു എന്ന് വിചാരിക്കൂ, അതിനെ പിടിച്ച് 20 ആക്കിയാൽ നോക്കൂ, 10ന് പകരം 20 കൊണ്ടാണ് കുടിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്ഥിതികോർജത്തിന്റെ ഇക്വേഷൻ എന്താണ്? mgh. m എന്ന് പറഞ്ഞാൽ വസ്തുവിന്റെ മാസ് അഥവാ പിണ്ഡം. g എന്ന് പറഞ്ഞാൽ ഭൂഗുരുത്വം മൂലമുള്ള ത്വരണം. ജിയുടെ വാല്യൂ എത്രയാണ്? 9.8 m/s². h എന്ന് പറഞ്ഞാൽ വസ്തു സ്ഥിതി ചെയ്യുന്ന ഉയരം. അപ്പൊ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ഇക്വേഷൻ mgh ആണ്. അപ്പൊ ഉയരം കൂടുന്തോറും എന്താണ്? ഉയരത്തിന് നേർ അനുപാതത്തിലാണ്. ഉയരം കൂടുന്തോറും സ്ഥിതികോർജം കൂടിക്കൂടി വരും. ഇനി ഒരു വസ്തു മുകളിൽ നിന്നാണ്, ഈ ഹൈറ്റിൽ നിന്ന്, നല്ല ഹൈറ്റിലുള്ള ഒരു വസ്തു ഈ ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴാണ്. ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴാണ്. ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ ഉയരം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അല്ലെ.
അപ്പൊ ആ വസ്തുവിന്റെ സ്ഥിതികോർജവും കുറയും. അങ്ങനെയും ചിലപ്പോൾ ചോദിക്കാം. ഒരു വസ്തു മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ ആ വസ്തുവിന്റെ സ്ഥിതികോർജം കുറയുന്നു. ഇനി ഒരു വസ്തുവിനെ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് എറിയാണ്. ഒരു കല്ലെടുത്തിട്ട് നിങ്ങൾ മുകളിലേക്ക് എറിയാണ്. ആ വസ്തുവിന്റെ എന്ത് സംഭവിക്കും? സ്ഥിതികോർജം കൂടി 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 വരും. കാരണം അത് ഹൈറ്റിലേക്കാണ് പോകുന്നത്, നല്ല ഉയർന്ന സ്ഥാനത്തേക്കാണ് പോകുന്നത്. അപ്പൊ സ്ഥിതികോർജം കൂടി കൂടി വരും. ഓക്കെ, ഇനി വേറൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ സ്ഥിതികോർജം കൂടുമ്പം ഗതികോർജം കുറയും. അപ്പൊ ഒരു വസ്തു താഴേന്ന് മുകളിലേക്ക് എറിയുമ്പോൾ ഉയരം കൂടുകയാണ്, സ്ഥിതികോർജം കൂടും, പക്ഷേ ഗതികോർജം കുറയും. കാരണം എന്താ? നമ്മൾ ഇവിടുന്ന് നല്ല സ്പീഡിൽ നല്ലൊരു വെലോസിറ്റി ഒക്കെ കൊടുത്ത് അങ്ങ് എറിയ അല്ലേ, അവിടെ ചെല്ലുന്നതിനനുസരിച്ച് മുകളിൽ എത്തുമ്പോഴത്തേക്കും സ്പീഡൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് അവിടെ നിൽക്കും. പിന്നെ ഭൂമി അതിനെ താഴത്തേക്ക്, ആ പോര് എന്ന് പറഞ്ഞ് താഴത്തേക്ക് ആകർഷിച്ച് താഴത്തേക്ക് വീഴ്ത്തും. അപ്പോൾ ഒരു വസ്തു മുകളിലേക്ക് പോകുമ്പോൾ സ്ഥിതികോർജം കൂടും, ഗതികോർജം കുറയും. ഒരു വസ്തു മുകളിലേക്ക് പോകുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി കൂടിക്കൂടി വരും, കൈനറ്റിക് എനർജി കുറഞ്ഞു കുറഞ്ഞു വരും. ഒരു വസ്തു മുകളിലേക്ക് പോകുമ്പോൾ, താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ സ്ഥിതികോർജം കൂടും, ഗതികോർജം കുറയും. ഇനി ഒരു വസ്തു മുകളിൽ നിന്ന് താഴേക്ക് വരികയാണ്, നേരെ ഓപ്പോസിറ്റ്. മുകളിൽ നിന്ന് താഴേക്ക് വരികയാണ്, ഹൈറ്റ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്, പൊട്ടൻഷ്യൽ എനർജി കുറയും. പൊട്ടൻഷ്യൽ എനർജി കുറയാൻ കാത്തുക്കാണ് ആര് കൂടാൻ? കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടും. ഓക്കെ, അപ്പം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലമുണ്ടാകുന്ന എനർജിയെ സ്ഥിതികോർജം എന്ന് പറയുന്നു. സ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ രൂപമാറ്റം. ഒരു സ്പ്രിങ് ഇങ്ങനെ മര്യാദയ്ക്ക് സ്പ്രിങ് അവിടെ ഇരിക്കുവാണെങ്കിൽ അതിനൊരു ഊർജ്ജവും ഇല്ല. അതിനെ നമ്മളിങ്ങനെ പിടിച്ച് അമർത്തുകയാണ്, കംപ്രസ് ചെയ്യാണ്, സ്ഥിതികോർജം ഉണ്ട്. കാരണം അതിൻ്റെ രൂപം മാറി. ആ സ്പ്രിങ്ങിനെ പിടിച്ചിങ്ങനെ വലിക്കുകയാണ്, അപ്പോഴും എന്താണ്? രൂപമാറ്റം വന്നു, സ്ഥിതികോർജമുണ്ട്. അതുപോലെ റബ്ബർ ബാൻഡ്, പിടിച്ച് വലിച്ചിരിക്കുന്ന റബ്ബർ ബാൻഡ്, അതിനെന്തായിരിക്കും? സ്ഥിതികോർജമുണ്ട്. അമർത്തുകയോ വലിക്കുകയോ ചെയ്യുന്ന സ്പ്രിങ്, അതിനെന്താണ്? സ്ഥിതികോർജമുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ അമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലൊക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെക്കൂലേ, ആ അവസ്ഥയിൽ അതിനെന്തുണ്ട്? സ്ഥിതികോർജമുണ്ട്. ഡാമിലെ വെള്ളം ഇങ്ങനെ നല്ല ഹൈറ്റില്ല അല്ലേ, ഡാമിൽ സംഭരിച്ചിരിക്കുന്ന ജലത്തിന് സ്ഥിതികോർജമുണ്ട്. അത് പിന്നെ ഡാമിൽ നിന്ന് താഴത്തേക്ക് വരുന്ന സമയത്താണ് സ്ഥിതികോർജം ഗതികോർജമായിട്ട് മാറുന്നത്. അപ്പൊ ഡാമിൽ സംഭരിച്ചിരിക്കുന്ന ജലത്തിന് ഏത് ഊർജ്ജമാണുള്ളത്? PSCയുടെ ചോദ്യമാണ്. ഡാമിൽ സംഭരിച്ചിരിക്കുന്ന ജലം അവിടെ ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുവാണ്, സ്ഥിതികോർജമാണുള്ളത് കേട്ടോ. അതുപോലെ വലിച്ചു വെച്ചിരിക്കുന്ന സ്പ്രിങ്ങിന് സ്ഥിതികോർജമാണുള്ളത്. വലിച്ചിരിക്കുന്ന റബ്ബർ ബാൻഡ് സ്ഥിതികോർജമാണുള്ളത്. ഇത് ഈ വസ്തുക്കൾക്കൊക്കെ എന്താണ്? സ്ഥിതികോർജമാണ്. മറിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്കൊക്കെ ഗതികോർജമാണ് ഉള്ളത്. അപ്പൊ യാന്ത്രികോർജം എന്ന് പറഞ്ഞാൽ ചലനം മൂലം അല്ലെങ്കിൽ സ്ഥാനം മൂലം ഉണ്ടാകുന്ന ഊർജ്ജമാണ് യാന്ത്രികോർജം. 2 ടൈപ്പ്: കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി ഗതികോർജം, പൊട്ടൻഷ്യൽ എനർജി സ്ഥിതികോർജം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഏകദേശം ഇത്രത്തോളം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? പ്രവൃത്തി എന്താന്ന് പഠിച്ചു, പ്രവൃത്തിയുടെ യൂണിറ്റ് പഠിച്ചു, പവർ എന്താന്ന് പഠിച്ചു, പവറിൻ്റെ യൂണിറ്റ് പഠിച്ചു, ഊർജത്തെക്കുറിച്ച് പഠിച്ചു, അതുപോലെ ഊർജ്ജ സംരക്ഷണ നിയമം ചെറുതായിട്ടൊന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? വിവിധ തരം യാന്ത്രികോർജം അല്ലേ, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. ഇനി നമുക്ക് ഊർജ്ജവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള വിവിധ ഊർജ്ജ രൂപങ്ങളൊക്കെയാണ് കേട്ടോ. പുനഃസ്ഥാപിക്കാൻ പറ്റുന്നത്, പുനഃസ്ഥാപിക്കാൻ പറ്റാത്തത്, അതുപോലെ ഊർജ്ജ പരിവർത്തനം, ഓരോ ഉപകരണത്തിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനങ്ങളൊക്കെയാണ് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കറക്റ്റായിട്ട് നോട്ട്സൊക്കെ എഴുതിയെടുത്തിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഫിസിക്സ് ആണോ മാത്സ് ആണെങ്കിലും അങ്ങനെ എഴുതി പഠിക്കുമ്പോൾ കുറച്ചും കൂടെ റിസൾട്ട് കൂടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദി ബെസ്റ്റ്.